ശ്യാമയുടെ കോളേജിന് പുറത്തു നിന്ന് എല്ലാവരും പരീക്ഷയുടെ റിസൾട്ട് നോക്കുകയാണ്. അവിടേക്ക് ചെല്ലുകയാണ് ശ്യാമയും ശാരികയും ശാലിനിയും. റിസൾട്ട് നോക്കിയ ശേഷം സന്തോഷത്തോടു കൂടി ശാലിനി പറയുകയാണ്, ശ്യാമ നീയാണ് ടോപ്പർ, ഏറ്റവും കൂടുതൽ മാർക്ക് നിനക്കാണ്, ദേ നോക്കിയേ. അതിനുശേഷം ശാരികയോട് പറയുകയാണ്, എടുക്കെടുക്ക് സീറ്റ്സ് എടുക്ക്, ഇന്ന് നമുക്ക് പൊളിക്കണം. അവർ കഴിച്ച ശേഷം എല്ലാവർക്കും കൊടുക്കുകയാണ്. അന്നേരം അവിടേക്ക് ബാൻഡ് മേളവും ഒക്കെയായി കഴുത്തിൽ മാലയൊക്കെ ഇട്ട് വരികയാണ് അനൂപ്. ഇത് കണ്ടിട്ട് ശാരിക ചോദിക്കുകയാണ്, അല്ലടി ശ്യാമേ, പരീക്ഷയിൽ നീ തന്നെയല്ലേ ഫസ്റ്റ്? വേറെ ആർക്കും ആ പൊസിഷൻ ഇല്ലല്ലോ. നേരം ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് വീണ്ടും റിസൾട്ട് നോക്കാനായി പോവുകയാണ് ശ്യാമ. ഇത് കണ്ട് ചിരിക്കുകയാണ് ശാരികയും ശാലിനിയും. ശ്യാമ പോകുന്നത് അനൂപിന്റെ റിസൾട്ട് നോക്കാൻ വേണ്ടിയായിരുന്നു. റിസൾട്ട് നോക്കിയിട്ട് ശ്യാമ വന്ന് പറയുകയാണ്, ജസ്റ്റ് പാസ് ആണ് വല്യേച്ചി, അതിനാണ് ഈ കോലാഹലങ്ങളൊക്കെ. അത് ശരി, നീ വാന്നും പറഞ്ഞു അനൂപിന്റെ അടുത്തേക്ക് പോവുകയാണ് ശാലിനി. എന്താടാ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, ഞാൻ പാസ്സായി ചേച്ചി. ശ്യാമ ചോദിക്കുകയാണ്, ജസ്റ്റ് പാസ്സാ, അതിനാണോ ഈ പാട്ടും കൂത്തുമൊക്കെ? ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം, അതാണ് പഴഞ്ചൊല്ല്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു ചേച്ചി. പാർട്ടി ടൈം നൗ എന്ന് പറഞ്ഞ് എടുക്ക് ചേച്ചിമാരെ സീറ്റ്സ് എന്നും പറഞ്ഞ് സീറ്റ്സ് അവരുടെ നേരെ നീട്ടുകയാണ് അനൂപ്. അത് വേണ്ട, നീ ഇതൊന്ന് കഴിച്ചു നോക്കെന്നും പറഞ്ഞ് ശാലിനി അവർ കൊണ്ടുവന്ന സീറ്റ്സ് അനൂപിന് നേരെ നീട്ടുകയാണ്. വീട്ടിലുണ്ടാക്കിയതാണ്. അത് കഴിച്ച ശേഷം അനൂപ് പറയാണ്, കലക്കി തിമിർത്തു കിടുക്കി. അതിനുശേഷം ആ പാത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുകയാണ് അനൂപ്. പാത്രം കൊടുത്ത ശേഷം അനൂപ് പറയുകയാണ്, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടേച്ചി, ഇവന്മാർക്ക് മണിക്കൂറിനാണ് കൂലി. അത് കേട്ട് ചിരിക്കുകയാണ് അവർ മൂന്നുപേരും. അന്നേരം അവിടെ വെച്ച് രാജീവ് അവരെ കാണുകയാണ്. ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ് രാജീവ്. ശാലിനി പറയുകയാണ്, നിങ്ങൾ ആരാ മനസ്സിലായില്ല? ഞാനത് എന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഫ്രീ ആയിട്ട് ശാപ്പാട് ചെയ്ത ആളാണ് ചേച്ചി. ഇന്നലെ ഹോട്ടലിൽ വന്നിരുന്നു, കട അടയ്ക്കാറായതുകൊണ്ട് ചേച്ചിക്ക് വെച്ചിരുന്ന ഭക്ഷണമാണ് കഴിച്ചിട്ട് പോയത്. അന്നേരം രാജീവ് പറയുകയാണ്, ആക്ച്വലി അത് അങ്ങനെയല്ല, ഈ കുട്ടിക്ക് വെച്ചിരുന്ന ഭക്ഷണമാണ് അതെന്ന് ഞാൻ അറിഞ്ഞില്ല. പണം കൊടുക്കാൻ ഞാൻ തയ്യാറുമായിരുന്നു, പക്ഷെ ഇവര് വാങ്ങിക്കാഞ്ഞതാണ്. ബൈ ദ ബൈ, കുട്ടിയാണല്ലേ ഇപ്പോഴത്തെ ടോപ്പർ ശ്യാമ. അന്നേരം ശാലിനി ചോദിക്കണം, അല്ല നിങ്ങൾ ഇതുവരെ ആരാണെന്ന് പറഞ്ഞില്ല. അന്നേരം രാജീവ് പറയുകയാണ്, ഞാൻ ഇവിടത്തെ പുതിയ ലെക്ചറാണ്, പേര് രാജീവ്, രാജീവ് രംഗൻ. അന്നേരം ശ്യാമ പറയണം, ഐ എം സോറി സാർ, സാറാണെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ. ഇറ്റ്സ് ഓക്കെ. അല്ല, ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഹോട്ടലിൽ വന്നപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാണ്. എനിക്ക് എന്നും ഭക്ഷണം തരാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? എന്നിട്ട് ശാരികയെ തന്നെ നോക്കി നിൽക്കുകയാണ് രാജീവ്. അന്നേരം രാജീവ് പറയുകയാണ്, അല്ല, ഞാൻ ഈ നാട്ടിൽ പുതിയ ആളാണ്, ഒറ്റയ്ക്കാണ് താമസം, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാനൊന്നും ആരുമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാ ദിവസവും ഭക്ഷണം തരാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമോ? വീണ്ടും ശാരികയെ തന്നെ നോക്കി നിൽക്കുകയാണ് രാജീവ്. അന്നേരം ശാലിനി പറയുകയാണ്, അങ്ങനെ എഗ്രിമെന്റ് ഒന്നും എഴുതി ഒപ്പിട്ട് തരാൻ പറ്റില്ല. ഹോട്ടലിൽ ഭക്ഷണമുള്ള സമയത്ത് വന്നാൽ കഴിക്കാം, കഴിക്കുക, കാശ് തരിക, പോവുക, അത്രയും മതി. അന്നേരം മാസം തോറുമുള്ള കമ്മീഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ ശാരികയുടെ മുഖം വാടുകയാണ്. സാർ സീറ്റ്സ് കഴിക്കാന്നും പറഞ്ഞ് പാത്രം ശ്യാമ രാജീവിന് നേരെ നീട്ടുകയാണ്. കഴിച്ച ശേഷം രാജീവ് പറയുകയാണ്, കൊള്ളാം, നന്നായിട്ടുണ്ട്, പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്നത് പോലെ തന്നെ. കുട്ടി ഉണ്ടാക്കിയതാണോ എന്ന് ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അല്ല, ചേച്ചി ഉണ്ടാക്കിയതാണ്. ഓ താങ്ക്സ് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി തലകുലുക്കുകയാണ് ശാരിക. ഇതൊക്കെ കണ്ട് രസിക്കാതെ ശാലിനി ബാ പോകാം, സമയമാകി എന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്നേരവും ശാരിക രാജീവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ ടെൻഷനോടുകൂടി റിസൾട്ട് എന്തായി എന്നറിയാതെ കാത്തു നിൽക്കുന്നതാണ്. അന്നേരം ശ്യാമയും ശാരികയും ശാലിനിയും ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് വരികയാണ്. എന്നിട്ട് പയ്യെ ചെന്ന് അമ്മയെന്ന് വിളിച്ച് പേടിപ്പിക്കുകയാണ് ശാരദാമ്മയെ. അതിനുശേഷം ശാരദാമ്മയെ വട്ടം കറക്കുകയാണ് ശ്യാമ. അയ്യോ മോളെ കറക്കല്ലേ, എന്തുവാടി ഇത്? അന്നേരം ശ്യാമ പറയുകയാണ്, പൊളിച്ചമ്മയെ തകർത്തു. എടി എന്താ എടി, എന്ത് നിന്റെ പരീക്ഷയുടെ റിസൾട്ട്? ഓ അതോ, 96 FM. നേരം ശാരദാമ്മ ചോദിക്കാണ്, എന്തുവാടി വായിക്കൊള്ളാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? നീ ജയിച്ചോ തോറ്റോ അത് പറ. അന്നേരം ശാലിനി പറയുകയാണ്, അമ്മേ, FM എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക്, 96% എന്ന് വെച്ചാൽ ഇവള് ജയിച്ചോ അതോ തോറ്റോ അത് പറയൂ. അന്നേരം ശാലിനി പറയുകയാണ്, അമ്മേ, ഇവളാണ് കോളേജിലെ ടോപ്പർ. വീണ്ടും ശാരദാമ്മ പറയുകയാണ്, എടി അതല്ല, ഇവള് ജയിച്ചോന്നാ. അയ്യോ എന്റെ അമ്മേ, ഇവള് ജയിച്ചു എന്ന് മാത്രമല്ല, കോളേജിലെ എല്ലാ കുട്ടികളെക്കാളും മാർക്ക് ഇവൾക്കാണ്. ആ നേരമൊന്നും പറഞ്ഞ് ഈശ്വരാന്ന് സന്തോഷത്തോടു കൂടി വിളിക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം ശ്യാമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം പെട്ടെന്ന് അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. അതിനുശേഷം വിളക്കിന് മുന്നിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം ദൈവങ്ങൾക്കും ആരതി ഒഴിയുകയാണ് ശാരദാമ്മ. അത് കണ്ട് ശാലിനി പറയുകയാണ്, എന്താ അമ്മ ഇത്, ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഓവറൊന്നുമല്ല, എന്തായാലും എന്റെ പൊന്നിന്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ. അച്ഛനിട്ടിട്ട് പോയ മക്കളാരും തോറ്റില്ലല്ലോ, ഈ ശാരദയെ തോപ്പിച്ചു കളഞ്ഞില്ലല്ലോ. ഇവള് ജയിച്ചാല് അമ്മ അമ്പലത്തിൽ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നത് ഭഗവതിയാണ്. അതുകൊണ്ട് മറ്റാരോടും പറയുന്നതിന് മുമ്പേ മക്കള് പോയി ദേവിയോട് നന്ദി പറഞ്ഞിട്ട് വാ.
അന്നേരം ശാരിക പറയുകയാണ്, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം അമ്മേ. ഐശ്വര്യമായിട്ട് തൊഴുതിട്ട് വാ എന്നും പറഞ്ഞ് ശാരദാമ്മ അവരെ പറഞ്ഞയക്കുകയാണ്. പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, ആ മോളെ ശ്യാമേ, അനൂപ് നിന്റെ ക്ലാസ്സിലായിരുന്നല്ലോ, അവന്റെ കാര്യം എന്തായി? ശാലിനി പറയുകയാണ്, അവൻ രക്ഷപ്പെട്ടു. ശാരദാമ്മ ചോദിക്കുകയാണ്, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ? ശ്യാമ പറയുകയാണ്, ജസ്റ്റ് പാസ്. വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ എന്താ മോളെ? ശാരിക പറയുകയാണ്, ജയിച്ചു അമ്മേ, കഷ്ടിച്ച്. ശാരദാമ്മ പറയുകയാണ്, ഔ ദേവി, നീ രക്ഷിച്ചു. ഇത് കണ്ട് ശാലിനി പറയുകയാണ്, സ്വന്തം അമ്മയ്ക്ക് പോലും കാണില്ല ഇത്രയും വേവലാതിയും ആകാംക്ഷയും. നിങ്ങൾ വാന്നും പറഞ്ഞ് അവരെയും കൂട്ടി പോവുകയാണ് ശാലിനി. വീണ്ടും ദൈവങ്ങളുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ, ഈശ്വര, എന്റെ മോൻ ജയിച്ചുല്ലോ, അത് മതി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന അനൂപിനെയാണ്. ഹാളിലേക്ക് ഓടിക്കയറി വന്നിട്ട് അനൂപ് വിളിച്ചു പറയുകയാണ്, അമ്മേ, ഞാൻ പാസ്സായി. അത് കേട്ട് ഹാളിലേക്ക് ഇറങ്ങി വരികയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. കൂടെ ബാലചന്ദ്രനുമുണ്ട്. കൊടുകൈയെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അനൂപിന് വന്ന് കൈ കൊടുക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, പാസ്സായി എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഏതാടാ? രാജേശ്വരി പറയുകയാണ്, ഗ്രേഡ് ഒക്കെ എന്തിനാ, പാസ്സായി എന്ന് പറഞ്ഞാൽ പാസ്സായി, അതൊക്കെ മതി എന്റെ മോന്. അത് കേട്ട് അനൂപ് പറയാണ്, അതാണ് എന്റെ അമ്മ. അമ്മേ, ഈ സീറ്റ്സ് എടുക്കെന്നും പറഞ്ഞ് ലഡു കൊടുക്കുകയാണ് രാജേശ്വരിക്ക് അനൂപ്. ലഡു കഴിച്ച ശേഷം രാജേശ്വരി പറയണം, കൊള്ളാം, നല്ല ലഡുവാണല്ലോ, എവിടെ നാടാ ഇത്? കടയെന്ന്. പക്ഷേ ഇതിലും നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മേ ശ്യാമ കൊണ്ടുവന്ന സ്വീറ്റ്സിന്. അത് കേട്ട് രാജേശ്വരിയുടെ ഭാവം മാറുകയാണ്. അവരുടെ ഹോട്ടലിൽ തന്നെ ഉണ്ടാക്കിയ സ്വീറ്റ്സ് ആയിരുന്നു അത്, കുടുംബശ്രീ സ്വീറ്റ്സ്. അത് കേട്ട് കയ്യിലിരുന്ന ലഡു പൊടിക്കുകയാണ് രാജേശ്വരി. ശ്യാമയൊന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, അതെ, അവളും ഉണ്ടായിരുന്നല്ലോ പരീക്ഷയ്ക്ക്. രാജേശ്വരി ചോദിക്കുകയാണ്, ഓഹോ, എന്നിട്ട് എന്തായി അവളുടെ റിസൾട്ട്? അനൂപ് പറയുകയാണ്, അവളാ അമ്മേ സ്കൂൾ ഫസ്റ്റ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ശ്യാമയ്ക്കാണ്. അത് കേട്ട് ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ് രാജേശ്വരി. രാജേശ്വരിയുടെ ഭാവം കണ്ട് ഗോപാലകൃഷ്ണനോട് ബാലചന്ദ്രൻ പറയുകയാണ്, അയ്യട, എല്ലാം പോയി. അതിനുശേഷം അനൂപ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും സ്വീറ്റ്സ് കൊടുക്കുകയാണ്. അനൂപ് ചോദിക്കുകയാണ്, അല്ലമ്മേ, ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലേ എനിക്ക്? ഞാൻ പാസ്സായമ്മേ, പരീക്ഷ പാസ്സായി. രാജേശ്വരി പറയുകയാണ്, ശരി എന്റെ പൊന്നുമോനെന്ന് ഇരിക്കുക, അമ്മ പായസം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, നിനക്ക് ഇപ്പോ തരാം. അതിനുശേഷം അടുക്കളയിലേക്ക് പോവുകയാണ് രാജേശ്വരി. ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും പരസ്പരം നോക്കുന്നത് കണ്ട് അനൂപ് ചോദിക്കുകയാണ്, എന്താ രണ്ടാളും പൊട്ടന്മാരെ പോലെ നോക്കുന്നത്? അത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, പൊട്ടൻ നിന്റെ അച്ഛൻ. അത് കേട്ട് ഗോപാലകൃഷ്ണൻ ഒന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയുകയാണ്, സോറി അളിയ. എടാ വൃത്തികെട്ടവനെ, നീ എന്താ ശ്യാമയുടെ കാര്യമൊക്കെ പറഞ്ഞത്, അതും സ്കൂൾ ഫസ്റ്റ് ആണെന്ന്? അതിനെന്താ, അമ്മ ഓപ്പൺ മൈൻഡ് അല്ലേ, ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാൽ അമ്മയ്ക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് പായസം വേണമെങ്കിൽ ഇരിക്കുക. അവന്റെ ഒരു പായസം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രൻ. ദാ പായസം, മോൻ കുടിച്ചോ എന്നും പറഞ്ഞ് ഒരു പാത്രം മുൻപിൽ കൊണ്ടുവയ്ക്കുകയാണ് രാജേശ്വരി. എന്താ അമ്മേ ഇതെന്ന് അനൂപ് ചോദിക്കുകയാണ്. അത് കണ്ടിട്ട് രാജേശ്വരി പറയുകയാണ്, കരിക്കാടി വെള്ളമാണ് നിനക്ക് കുടിക്കാൻ. നേരം അയ്യേന്ന് പറയുകയാണ് അനൂപ്. ശാരദയുടെ മകൾ ഒന്നാമതും നീ അവൾക്ക് പിന്നിലാണെന്നും പറഞ്ഞാലേ പിന്നെ നിനക്ക് കുടിക്കാനുള്ളത് പായസമല്ല, വെറും ചാണകവെള്ളമാണ്. നിന്നെ പെറ്റതുകൊണ്ട് ഞാനിത് കാടിവെള്ളം ആക്കിയെന്നേ ഉള്ളൂ. കുടിക്കടായത്, ഡാ കുടിക്കാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. എന്നോട് കുടിക്കാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് അനൂപിന്റെ തല ആ കാടിവെള്ളത്തിലേക്ക് താഴ്ത്തുകയാണ് രാജേശ്വരി. രാജേശ്വരി എന്ന് ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, മിണ്ടരുത് നിങ്ങൾ എന്നോട്. അവളുടെ വീട് ഒഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയായി, എന്ത് നടന്നോ? എന്നിട്ട് എല്ലായ്പ്പോഴും അവൾക്കും അവളുടെ മക്കൾക്കും മാത്രം ജയം, എനിക്കും എന്റെ കുടുംബത്തിനും തോൽവി മാത്രം. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അതിപ്പോ ബ്ലേഡ് സത്യഭാമയോട് പറഞ്ഞ് ആ വീടും ചായക്കടയും ഒക്കെ ഒഴിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാലന്റെ ഐഡിയ ആയിരുന്നു. രാജേശ്വരി പറയുകയാണ്, ആരുടെ ഐഡിയ ആണെന്നുള്ളതൊന്നും എനിക്കറിയണ്ട. എന്ത് നടന്നോ, എന്ത് നടത്തി, അതിന്റെ ഉത്തരം പറ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശരി, ഇനി ആരുടെ ഐഡിയയും എനിക്ക് വേണ്ട. എല്ലാം തുടങ്ങിയത് ഈ ഗോപാലകൃഷ്ണനിൽ നിന്നല്ലേ, ഞാൻ തന്നെ ഇതിനൊരു തീർപ്പ് കണ്ടെത്തും. ചലഞ്ച് എന്ന് പറഞ്ഞ് ആ ലഡു മേശപ്പുറത്ത് വെച്ച ശേഷം അവിടെ നിന്നും പോവുകയാണ് ഗോപാലകൃഷ്ണൻ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ശാരികയും ശാലിനിയുമാണ്. ശ്യാമ പറയുകയാണ്, ഇത് ഫസ്റ്റ് ഇയർ അല്ലേ, അന്ന് ചേച്ചിക്കായിരുന്നില്ലേ ടോപ്പസ്റ്റ് മാർക്ക്, ആ റെക്കോർഡ് ഞാൻ പൊളിക്കും. ശാലിനി പറയുകയാണ്, നീ പൊളിച്ചോടി മോളെ, അതല്ലേ എന്റെ സന്തോഷം. എന്നാലും ആ അനൂപിന്റെ കാര്യം അറിയാൻ എന്തുത്സാഹമാണ് അമ്മയ്ക്ക്. അത് കേട്ട് ശാരിക പറയുകയാണ്, പോട്ടെ മോളെ, അവനും നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതല്ലേ. അന്നേരം ശാലിനി പറയുകയാണ്, അയ്യോ അത് മറന്നല്ലോ. ശാരിക ചോദിക്കുകയാണ്, എന്ത്? ഇവള് ജയിച്ച വഴിപാടായിട്ട് ചുറ്റുവിളക്ക് നേർന്നിരുന്നു അമ്മ, അത് നടത്തണ്ടേ? ശാരിക പറയുകയാണ്, അത് അമ്മ നടത്തിക്കോളുമല്ലോ. എന്തിനാ അമ്മയെ അതിനെ ബുദ്ധിമുട്ടിക്കുന്നേ? നമ്മള് പോകുമ്പോൾ ഐശ്വര്യമായിട്ട് തൊഴുത് വഴിപാട് നടത്തി തിരിച്ചു വന്നാൽ പോരെ? ഞാൻ പോയി വഴിപാടിനുള്ള പണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ശാലിനി. അന്നേരം കുടുംബശ്രീ ഹോട്ടലിലെത്തുകയാണ് ഗോപാലകൃഷ്ണൻ. ഹോട്ടലിന് മുൻപിലെത്തിയ ഗോപാലകൃഷ്ണൻ അന്ന് ശാരദയും മക്കളെയും പുറത്താക്കിയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.